വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗം ഇന്ന് ചെന്നൈയിൽ നടക്കും. രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പങ്കെടുക്കും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ അടക്കം യോഗത്തിനെത്തും. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ, അതായത് ജനസംഖ്യാടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം, ഇക്കാര്യത്തിൽ എതിർപ്പുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ യോഗം ചേരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുക? ഏത് രീതിയിലായിരിക്കും ഇത് കേന്ദ്രത്തോട് അവതരിപ്പിക്കുക? വെരി വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് തമിഴ്നാട്ടിൽ വലിയൊരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്, വലിയൊരു വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജനസംഖ്യ ഈ ഒരു സെൻസസ് എടുക്കൽ പോലും അതിൻ്റെ പ്രക്രിയകൾ പോലും പൂർത്തിയായിട്ടില്ല. അതിന് മുൻപേ തന്നെ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റ് പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഒരു യോഗം, അതായത് കേന്ദ്ര നീക്കത്തിനെതിരെ അതിനു മുൻപ് തന്നെ ഒരു മുഴം എറിയുന്ന രീതിയിലാണ് നീക്കം. ആ നീക്കത്തിന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനാണ് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ആദ്യം തമിഴ്നാട്ടിൽ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുന്നു. അതിൽ തന്നെയും 50-ലധികം ചെറു പാർട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു യോഗം. പിന്നീട് സ്റ്റാലിൻ അന്ന് പ്രഖ്യാപിക്കുന്നു, സമാന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ ഈ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഈ ഒരു ലോക്സഭയിൽ സീറ്റുകൾ കുറയാൻ സാധ്യതയുള്ള പാർട്ടികളൊക്കെയും ചേർത്തുകൊണ്ട് ആ സംസ്ഥാനങ്ങളുടെ ഒക്കെയും പിന്തുണയോടുകൂടി പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്ന് അറിയിക്കുന്നു. അതിന് പിന്നാലെയാണ് സ്റ്റാലിൻ നടത്തിയ മികച്ച നീക്കം, ഒരു ഒത്തൊരുമയോടുകൂടി നടത്തിയ നീക്കം. അതാണ് ഇന്നൊരു യോഗത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി യോഗത്തിൽ 3 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെത്തുന്നു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ, ഇവർ 3 പേരെയും തമിഴ്നാട്ടിലേക്ക് എത്തിക്കുന്നു. ഒപ്പം 7 സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം, ചെറുതും വലുതുമായ 10-ലധികം പാർട്ടികളുടെ പ്രാതിനിധ്യം, ഇതെല്ലാം ഉറപ്പിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഇന്നൊരു വലിയ യോഗത്തിന് തുടക്കമാകുന്നത്. ഇതൊരു തുടക്കമാണ്. കാരണം ഈ യോഗം ചേർന്നുകൊണ്ട് ഒരു പുതിയ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുക, ആക്ഷൻ കമ്മിറ്റി കൃത്യമായി തുടർ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഒരു മണ്ഡല പുനർനിർണയത്തിനെതിരെ, ജനസംഖ്യ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം ഉണ്ടാകുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ജനസംഖ്യ കൺട്രോൾ ചെയ്ത സംസ്ഥാനങ്ങൾക്ക് ലോക്സഭാ സീറ്റുകൾ നഷ്ടമാകും എന്നുള്ള സ്ഥിതിവിശേഷം നിലവിൽ നിൽക്കെ, ആ ഒരു ആശങ്ക നിലനിൽക്കെ അതിനെതിരെ പോരാടാനായി ഒരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. രാവിലെ 10 മണിക്കാണ് യോഗം ചേരുന്നത്. കേരളത്തിൽ നിന്നടക്കമുള്ള പ്രധാന നേതാക്കൾ ഇതിനോടകം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി KPCC പ്രസിഡന്റ് കെ സുധാകരനും ഒപ്പം തന്നെ കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ കൂടി എത്തുന്നതോടുകൂടി പ്രമുഖരുടെ പട്ടികയിലുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ഈ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ ഏത് പ്രതിനിധിയാണ് എത്തിയത് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ്. മറ്റെല്ലാ പാർട്ടികളും, ഏതാണ്ട് അകാലിദൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ ഒരു യോഗത്തിന് എത്തി എന്ന് പറയുമ്പോൾ അത് സ്റ്റാലിൻ്റെ വലിയൊരു വിജയമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി ചേർന്ന് ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ അത്തരത്തിൽ ചേരേണ്ട ഒരു യോഗം തമിഴ്നാട്ടിൽ സ്റ്റാലിൻ മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ദേശീയ പ്രാധാന്യം വരുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ മുന്നണിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വർഷം മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ താൻ എല്ലാവരെയും ഒത്തൊരുമിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന നേതാവാണ്. രണ്ടാമതായി BJP വിരുദ്ധതയിൽ താനാണ് ഏറ്റവും മുന്നിലുള്ളത്, അവരെ പ്രതിരോധിക്കാൻ താനാണ് മുന്നിലുള്ളത് എന്നുകൂടി സ്ഥാപിച്ചെടുക്കാൻ സ്റ്റാലിന് കഴിയുന്നുണ്ട്. തുടക്കം മുതൽ നടത്തിയ ഒരു ക്രിയാത്മകമായ ഇടപെടൽ, ഒപ്പം തന്നെ ഓരോ ദിവസവും നടത്തിയ MP-മാർ ഉൾപ്പെടെയുള്ളവർ ഗ്രൗണ്ടിൽ ഇറങ്ങി ഓരോ ചെറിയ പാർട്ടികളുടെ നേതാക്കളെ പോലും കണ്ടുകൊണ്ട് നടത്തിയ നീക്കം, അതൊക്കെയും എന്തായാലും ഒരു വിജയം കണ്ടിരിക്കുന്നു. മറുപുറത്ത് BJPയും പ്രതിഷേധിക്കാനുള്ള ഒരുക്കത്തിലാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെയും മറച്ചുവെക്കാനാണ് ഇത്തരത്തിലൊരു യോഗം നടക്കുന്നത്. ഇതൊരു ഭിന്നതയുടെ രാഷ്ട്രീയമാണ്, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJPയും ഇന്ന് പ്രതിഷേധിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. അവർ വിവിധ മേഖലകളിലൊക്കെയും കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്തായാലും ഒരു ഭാഗത്ത് യോഗം, മറുഭാഗത്ത് BJPയുടെ പ്രതിഷേധം. ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തമിഴ്നാട് ഒരു വലിയ ഫോക്കൽ പോയിന്റായി മാറുന്ന ദിവസം കൂടിയാണ് ക്രിസ്റ്റീന. ശരി, താങ്ക് യു റഹീസ്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ആയോഗം നടക്കുകയാണ്. 7 സംസ്ഥാനങ്ങളിലെ നേതാക്കളും വിവിധ പാർട്ടികളുടെ നേതാക്കളും പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ്. സെക്രട്ടേറിയറ്റ് പടിക്കലിലെ ആശാ വർക്കർമാരുടെ സമരം 41 ദിവസത്തിലേക്ക്. ഇന്നലെ നിരാഹാരം കിടന്ന ആശമാർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പകരം 3 പേരാണ് ഇന്ന് നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ ആശമാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നു, അവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു, അതിലൊരു പുനഃക്രമീകരണം ചെയ്യുന്നു, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ക്രിസ്റ്റീന, ആശമാരുടെ സമരം ഇന്ന് 40 ദിവസം പിന്നിടുകയാണ്. ഇന്ന് നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്കും കടക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്രട്ടേറിയറ്റിൽ അവരുടെ ഈ സമരപ്പന്തലിലാണ്. രാവിലെ അവർ എണീറ്റ് അവരുടെ പ്രഭാത കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. 40 ദിവസം പിന്നിടുമ്പോഴും അവരുന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നുപോലും സർക്കാർ ഇതുവരേക്കും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്ന 26-ന് ഈ സമരം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അവർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവർ കഴിഞ്ഞ ദിവസം ഈ നിരാഹാര സമരം കിടന്ന ഒരു ആശയ്ക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. ഷീജ എന്നു പേരുള്ള ആശയ്ക്കാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. പകരം വട്ടിയൂർക്കാവ് സ്വദേശിയായ ഒരു ആശയാണ് ഈ സമരം ഏറ്റെടുത്ത് നിരാഹാര സമരം കിടക്കുന്നത്. ബാക്കിയുള്ള 2 പേർ ആദ്യ ദിവസം മുതൽ നിരാഹാര സമരം ഇരിക്കുന്ന 2 പേരാണ്. അത് ഒന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി, അവരുടെ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, മറ്റൊന്നവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗം PK തങ്കമ്മ, ബിന്ദു എന്നിവരാണ് മറ്റു 2 പേർ. അവർ 2 പേരും നിരാഹാര സമരം തുടരും. അങ്ങനെ 3 പേരാണ് നിരാഹാര സമരം നിലവിൽ ഈ സമരപ്പന്തലിൽ തുടരുന്നത്. തൊട്ടപ്പുറത്ത് മറ്റൊരു സമരവേദി കൂടിയുണ്ട്. അത് അങ്കണവാടി പെൻഷനേഴ്സാണ്. അവരുടെ സമരവും തുടരുകയാണ്. അവരുടെ ആവശ്യവും ഇതുവരേക്കും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടില്ല, ചർച്ചയ്ക്കും വിളിച്ചിട്ടില്ല. അതും തുടർ ചർച്ചകളടക്കം ഇനി നടക്കേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാരുകൾ ഈ കേന്ദ്രമന്ത്രിയെ എന്തായാലും വീണ ജോർജ് അടുത്ത ബുധനാഴ്ചയോ അതിനുശേഷം ചൊവ്വാഴ്ചയോ കാണുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴെങ്കിലും ഈ വിഷയത്തിലൊക്കെ ഒരു പരിഹാരമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ സമര നേതാക്കൾക്കുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ഏറ്റെടുത്ത് 270 തറക്കല്ലിടാൻ പോകുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ ഇന്ന് കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കും. ശമ്പള കുടിശ്ശിക, 2016 മുതലുള്ള PF കുടിശ്ശിക, ഗ്രാറ്റുവിറ്റി തുടങ്ങിയ ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് പൂർണ്ണമായി നൽകണമെന്ന് സമരസമിതി വ്യക്തമാക്കുന്നു. വർഷങ്ങളായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന 160 തൊഴിലാളികളുടെ വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ടാവണം ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കേണ്ടതെന്നും ആവശ്യമുണ്ട്. ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലേബർ കമ്മീഷണർ, ജില്ലാ കളക്ടർ, ലേബർ ഓഫീസർമാർ എന്നിവർക്ക് എല്ലാം സംയുക്ത ട്രേഡ് യൂണിയൻ കത്ത് നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല എന്നാണ് ആരോപണം. സമരത്തിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ സുപ്രീംകോടതി ജഡ്ജിമാരുടെ പ്രത്യേക സംഘം ഇന്നെത്തും. ജസ്റ്റിസ് BR ഗവായിയുടെ നേതൃത്വത്തിലുള്ള 6 ജഡ്ജിമാരുടെ സംഘമാണ് സംഘർഷബാധിത മേഖലകൾ സന്ദർശിക്കുക. മേഖലകളിലെ തൽസ്ഥിതി പരിശോധിക്കും. ജനജീവിതങ്ങളിലെ പുരോഗതി ഉൾപ്പെടെയുള്ളവയും വിലയിരുത്തും. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, KV വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെടെയുള്ള സംഘമാണ് മണിപ്പൂരിലെത്തുക. അതേസമയം ജസ്റ്റിസ് N കോടീശ്വർ സിംഗ് കുക്കി ഭൂരിപക്ഷ മേഖലയായ ചുരാചാന്ദ്പൂർ സന്ദർശിക്കില്ല. മെയ്തി വിഭാഗത്തിൽപ്പെട്ട ജസ്റ്റിസ് NK സിംഗ് കുക്കി ഭൂരിപക്ഷ മേഖലയായ ചുരാചന്ദ്പൂർ സന്ദർശിച്ചാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇക്കാര്യം ചുരാചന്ദ്പൂർ ജില്ലാ ബാർ അസോസിയേഷൻ സ്ഥിരീകരിച്ചു. മണിപ്പൂർ ഹൈക്കോടതിയിൽ 12 വർഷത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ജഡ്ജിമാരുടെ സംസ്ഥാന സന്ദർശനം. സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ശക്തമാക്കി. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ കൊളീജിയം ഇതുവരെ ഔദ്യോഗികമായി ശുപാർശ ചെയ്തിട്ടില്ല എന്ന് സുപ്രീംകോടതി. സ്ഥലം മാറ്റ നിർദ്ദേശം ഇപ്പോഴും പരിഗണനയിലാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്നും ജസ്റ്റിസ് യശ്വന്ത് വർമ്മയിൽ നിന്നും കൊളീജിയം റിപ്പോർട്ട് തേടിയതായി സുപ്രീംകോടതി സ്ഥിരീകരിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷം കൊളീജിയം തീരുമാനമെടുക്കുമെന്ന് വിശദീകരണം. വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയതും സ്ഥലം മാറ്റവും തമ്മിൽ ബന്ധമില്ല എന്ന് സുപ്രീംകോടതി. പ്രസ്താവനയിലൂടെയാണ് സുപ്രീംകോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയെന്ന സംശയത്തിൽ കൂടുതൽ വിദഗ്ധ പരിശോധന. ആദ്യഘട്ട പരിശോധനയിൽ വയറ്റിൽ MDMA എന്ന് സംശയിക്കുന്ന വസ്തു കണ്ടെങ്കിലും ഇത് MDMA ആണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വിദഗ്ധ പരിശോധന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തുന്നത്. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇനി നടക്കാൻ പോകുന്ന പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്?
ക്രിസ്റ്റീന, വിദഗ്ധമായ പരിശോധന ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കും. വിഴുങ്ങിയത് എന്താണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. പ്രാഥമികമായ ഒരു കണ്ടെത്തൽ എന്നുള്ളത് തരി പോലെയുള്ള ചില വസ്തുക്കൾ അത് ഇയാളുടെ ശരീരത്തിനകത്തേക്ക്, ഫായിസിൻ്റെ ശരീരത്തിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് MDMA ആണെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അത് കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുക. കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസ് എത്തിയപ്പോൾ ഈ ഫായിസ് അരയത്തുംചാൽ സ്വദേശിയാണ്, താമരശ്ശേരി അരയത്തുംചാൽ സ്വദേശിയാണ് ഫായിസ്. അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന പൊതി വിഴുങ്ങുന്നത്. നാട്ടുകാരാണ് ഇയാളെക്കുറിച്ച് പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. കാരണം വീട്ടിൽ ഇയാൾ വലിയ ഉപദ്രവകാരിയായിരുന്നു. അമ്മയെയും ഭാര്യയെയും മക്കളെയും ഒക്കെ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കിയപ്പോഴാണ് നാട്ടുകാർ പോലീസിനെ വിളിക്കുന്നത്. അങ്ങനെ പോലീസ് അവിടേക്ക് എത്തുന്നു. പോലീസിനെ കണ്ടയുടൻ ഫായിസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊതി വിഴുങ്ങുകയാണ്. ഈ പൊതിയിൽ എന്താണ് എന്നുള്ളതാണ് പോലീസിന് സംശയത്തിനിടയാക്കിയത്. കാരണം ഇയാൾ നേരത്തെ ഈ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിൻ്റെ ഫ്രണ്ടാണ്, ഷാനിദിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഈ പോലീസിനെയൊക്കെ കാണുമ്പോൾ ഇവർ സ്ഥിരം ഇത്തരം സാധനങ്ങളൊക്കെ വിഴുങ്ങാറുണ്ട്. അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് ഭയന്നാണ് ഇവർ ഈ MDMA ഒക്കെ അടങ്ങിയ കവറുകൾ അതുപോലെ തന്നെ വിഴുങ്ങുന്നത്. ഏതായാലും പോലീസിന് അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നിലവിലിപ്പോൾ ഇന്ന് ഈ പരിശോധനയൊക്കെ പൂർത്തിയാകുമ്പോൾ മാത്രമേ എന്താണ് ശരീരത്തിനകത്തേക്ക് കയറിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. MDMA ആണെന്ന് സ്ഥിരീകരിച്ചാൽ സർജറി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവും. ക്രിസ്റ്റീന. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എറണാകുളം കുറുപ്പുംപടിയിൽ 10ഉം 12ഉം വയസ്സുള്ള സഹോദരിമാർ പീഡനത്തിനിരയായ സംഭവത്തിൽ പെൺകുട്ടികളുടെ അമ്മയെ റിമാൻഡ് ചെയ്തു. രാത്രി 10:30 അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. പെൺകുട്ടികളെ പീഡിപ്പിച്ച ധനേഷിനെതിരെ വേറെയും പരാതികളുണ്ടോ എന്ന അന്വേഷണവും നടക്കുന്നുണ്ട്. പീഡിപ്പിച്ച സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കുമോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ കുട്ടികളുടെ അമ്മയ്ക്കെതിരെയും സുഹൃത്ത് ധനേഷിനെതിരെയും 2 കേസുകളാണ് എടുത്തിരിക്കുന്നത്. മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് വധക്കേസിൽ പ്രതികളുടെ ശിക്ഷ ഇന്ന് വിധിക്കും. കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 3 പ്രതികളുടെ ശിക്ഷയാണ് മഞ്ചേരി 1ാം അഡീഷണൽ സെഷൻസ് കോടതി വിധിക്കുക. കേസിലെ 1ാം പ്രതി ഷൈബിൻ അഷ്റഫ്, 2ാം പ്രതി ഷിഹാബുദ്ദീൻ, 6ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്നാണ് കോടതിയിൽ തെളിഞ്ഞത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് കോടതി ശരിവച്ചത്. മൃതദേഹമോ മൃതദേഹാവശിഷ്ടങ്ങളോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ് നിർണായകമായത്. വിചാരണ നേരിട്ട 12 പ്രതികളിൽ 1ാം പ്രതി ഷൈബിൻ അഷ്റഫിന്റെ ഭാര്യ ഫസ്ന അടക്കം 9 പേരെ കോടതി വെറുതെ വിട്ടിരുന്നു. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. SKN40 5ാം ദിനം. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ലഹരി വിരുദ്ധ കേരള യാത്ര ഇന്നും പത്തനംതിട്ട ജില്ലയിൽ പര്യടനം തുടരും. 2ാം ദിനത്തിൽ ആറന്മുള, ഇലന്തൂർ, തിരുവല്ല എന്നിവിടങ്ങളിലാണ് പര്യടനം നടക്കുക. ലഹരി വിരുദ്ധ സദസ്സും വിദ്യാർത്ഥികളുമായുള്ള ക്യാമ്പസുകളിലെ കൂടിക്കാഴ്ചയും ഇന്നും തുടരും. SKN40 ക്യാമ്പയിന്റെ ഭാഗമായ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി പ്രവാസികളും ജിദ്ദയിൽ OICC സംഘടിപ്പിച്ച പരിപാടിയിൽ KPCC ജനറൽ സെക്രട്ടറി അരിയാടൻ ഷൌക്കത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ആലുങ്കൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. എന്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെപ്പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നു. ഹോസ്റ്റൽ മുറികൾ ലഹരി സംഭരണ കേന്ദ്രമാകുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി മരുന്ന് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് തടയുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ.
CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഏപ്രിൽ 2 മുതൽ 6 വരെ മഥുരയിൽ നടക്കുന്ന 24ാമത് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് അംഗീകാരം നൽകുകയാണ് യോഗത്തിന്റെ അജണ്ട. കഴിഞ്ഞ ആഴ്ച ചേർന്ന പൊളിറ്റ് ബ്യൂറോ യോഗം കരടിന് രൂപം നൽകിയിരുന്നു. ആ കരടിലുള്ള വിശദമായ ചർച്ചകൾക്ക് ശേഷമാകും കേന്ദ്ര കമ്മിറ്റി അംഗീകാരം നൽകുക. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന വിവിധ സംസ്ഥാന സമ്മേളനങ്ങളുടെ വിലയിരുത്തലും യോഗത്തിലുണ്ടാകും. കേരളം, പശ്ചിമബംഗാൾ തുടങ്ങി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സംസ്ഥാന സമ്മേളനം മികച്ച രീതിയിലാണ് നടന്നതെന്നാണ് CPIM വിലയിരുത്തൽ. 24ാം പാർട്ടി കോൺഗ്രസിന് മുൻപ് അവസാനമായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് ഇന്നത്തേത്. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മഥുരയിലാകും അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം ഉണ്ടാവുക. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവ് MDMA വിഴുങ്ങിയെന്ന സ്ഥിരീകരണം. ഫായിസിന്റെ വയറ്റിൽ നിന്ന് MDMA കണ്ടെത്തി. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ക്രിസ്റ്റീന, ഫായിസ് വിഴുങ്ങിയത് MDMA ആണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിലാണ് ഇക്കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസിനെ കണ്ട് ഭയന്ന് ഈ ഫായിസ് കയ്യിലുണ്ടായിരുന്ന ഒരു പൊതി വിഴുങ്ങുന്നത്. പോലീസിന് അപ്പോൾ തന്നെ ഒരു സംശയമുണ്ടായിരുന്നു ഇയാൾ വിഴുങ്ങിയത് MDMA ആണോ എന്നുള്ള കാര്യത്തിൽ. കാരണം ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി ഇടപാടുകളിലൊക്കെ ഈ ഫായിസിനൊരു ബന്ധമുണ്ട്. അതിനാൽ തന്നെ ഫായിസിന്റെ കൈവശമുണ്ടായിരുന്നത് MDMA ആണോ എന്നും ഇയാൾ വിഴുങ്ങിയത് MDMA ആണോ എന്ന കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. ആദ്യം ഇയാളെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. തുടർന്ന് അവിടെ നിന്ന് വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. ആദ്യം നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ MDMAയ്ക്ക് സമാനമായ ചില തരികൾ ഇയാളുടെ വയറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള പ്രാഥമികമായ ഒരു കണ്ടെത്തലുണ്ടായി. പിന്നീട് നടത്തിയ വിശദമായ സ്കാനിങ്ങിലാണ് ഇയാൾ വിഴുങ്ങിയത് MDMA തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇയാളുടെ സർജറി ഉൾപ്പെടെ നടന്നോ എന്ന കാര്യം കൂടി നമുക്കറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ അത് ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ടാകും. കാരണം വയറ്റിനകത്തേക്ക് ഇങ്ങനെ MDMA പോലെയുള്ളവ എത്തിയാൽ ഇത്ര വലിയ ഒരുപക്ഷെ അത് വലിയ അളവിലായിരിക്കാം. അത് ശരീരത്തിനകത്തേക്ക് എത്തിയാൽ മരണം വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ കവറിൻ്റെ അകത്തായിരിക്കാം ഈ MDMA. ഈ കവർ വയറ്റിനകത്ത് വെച്ച് പൊട്ടി ഈ MDMA ശരീരത്തിലേക്ക് കലർന്നാൽ അതൊരു പക്ഷേ മരണത്തിന് വരെ കാരണമായേക്കാം. ഷാനിദിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചത്. നമുക്കറിയാം, താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് ഭയന്നാണ് ഷാനിദ് കഞ്ചാവും MDMAയും വിഴുങ്ങുന്നത്. അതിനുശേഷം അയാളെ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അയാളുടെ മരണം സംഭവിക്കുകയായിരുന്നു. ഈ മരണത്തിന് കാരണമായി പറയുന്നത് ഈ വയറ്റിലെത്തിയ MDMA അത് ശരീരവുമായി കലർന്നു. അങ്ങനെയാണ് ഷാനിദിൻ്റെ മരണം സംഭവിച്ചത്. ഏതായാലും അതുകൊണ്ട് തന്നെ ഈ ഫായിസിൻ്റെ കാര്യത്തിലും പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തി. ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. വിദഗ്ധ പരിശോധന നടത്തി. ആ സ്കാനിങ്ങിലാണ് ഇപ്പോൾ ഇയാൾ വിഴുങ്ങിയത് MDMA തന്നെയാണ് എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. എത്ര അളവ് MDMA ഇയാളുടെ വയറ്റിനകത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ സർജറി നടത്തിയോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഉടൻ തന്നെ ഈ MDMA പുറത്തെടുക്കാനുള്ള നടപടികൾ ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ക്രിസ്റ്റീന, ശരി. കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു അഭിജിത്ത് മുഴക്കുന്ന്. തൃശൂർ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേർ പോലീസ് കസ്റ്റഡിയിൽ. ബാദുഷ, നിഖിൽ, ആകാശ് എന്നിവരാണ് കസ്റ്റഡിയിലായത്. ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജ്ജിയാണ് ചേരുന്നത്. സൂരജ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ വരുന്ന പല കേസുകളിലും അതിന് ആധാരമാകുന്ന അതിൻ്റെ ഉറവിടത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിനൊരു ലഹരി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാനിടയാകുന്നുണ്ട്. ഇവിടെയും അതുതന്നെയാണോ? ക്രിസ്റ്റീന, ഇപ്പോൾ ഒരു നിർണായക ദൃശ്യം പുറത്തു വരുന്നത് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിഖിൽ, ആ നിഖിലിന് വേണ്ടി ലിഷോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിവിധ ഇടങ്ങളിൽ നടക്കുകയായിരുന്നു. അതിനിടയിൽ ലിഷോയ് ഈ കൊലപാതകം നടന്ന വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. നമ്മളും പോലീസും കൂടെ നിൽക്കുന്ന സമയത്താണ് ലിഷോയ് പെട്ടെന്ന് ഓടി വരുന്നത്. പോലീസുകാർ ഓടിയെത്തി പിടിക്കാൻ നോക്കുന്നതിനിടയിൽ, അതായത് പോലീസ് നിൽക്കുന്നതിന് ഒരു 100 മീറ്റർ അകലെയായിരുന്നു ലിഷോയ് ഉണ്ടായിരുന്നത്. ഈ പോലീസുകാർ ഓടിയെത്തിയപ്പോഴേക്കും ഈ വീടിന് പരിസരത്ത് നിന്ന് തന്നെ ലിഷോയ് ഓടി രക്ഷപ്പെട്ടു. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഇതിനോട് ചേർന്ന്, അതായത് ഈ കൊലപാതകം നടന്നതിന് സമീപത്തുള്ള വീടുകളിൽ തിരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ, അതായത് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് ഒരാൾ ഓടിയെത്തുന്നു. പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഒച്ച വയ്ക്കുകയായിരുന്നു.
സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തൃശൂർ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ലിഷോയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ സമീപത്തെ വീടുകളിലൊക്കെ തെരച്ചിൽ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ പോലീസ് എത്തി ആ വീട്ടിലും സമീപത്തുള്ള പ്രദേശങ്ങളിലും തെരച്ചിൽ നടത്തുകയാണ്. ഒരാൾ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പോലീസ് ചുറ്റുപാടും ഒക്കെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. സൂരജ് സജി അവരോടൊപ്പം എത്തുന്നതിന് ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ശബ്ദത്തിൽ ഒരല്പം പ്രശ്നമുണ്ട്. സൂരജ് ഉടൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നതാണ്. ഈ സംഭവത്തിൽ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത്. ഇവരുടെ പേര് ബാദുഷ, നിഖിൽ, ആകാശ് എന്നിവരാണ്. സൂരജ് ചേരുന്നു. സൂരജ് സംസാരിക്കാമെങ്കിൽ തുടരാം. കൃഷ്ണ, ഈ കൊലപാതകത്തിൽ ഇന്നലെ അക്ഷയ് എന്ന യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അത് ഈ ലിഷോയുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്താണ്. അതിലെ മുഖ്യ പ്രതിയാണ് ലിഷോയ്. ഈ ലിഷോയ്ക്ക് വേണ്ടി, അതായത് കേസിൽ 3 പേർ പിടിയിലായെങ്കിൽ പോലും ലിഷോയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത് പോലീസ് വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ നടത്തി വരികയായിരുന്നു. അതിനിടയിൽ ഇന്ന് രാവിലെ, അതായത് ഇതൊരു ക്രൈം സ്പോട്ടാണ്, ആ ക്രൈം സ്പോട്ടിൽ സ്വാഭാവികമായും പോലീസ് ഒരു സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിരിക്കും. അങ്ങനെ ഈ ക്രൈം സ്പോട്ടിൽ ഉണ്ടായിരുന്ന പോലീസ് സുരക്ഷയ്ക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്നത്. നമ്മളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണ് കുറച്ച് അല്പം മാറി, അതായത് ഈ കൊലപാതകം നടന്ന വീടിന് കുറച്ച് അല്പം മാറി ഒരു വീട്ടിൽ നിന്ന് ഈ ലിഷോയ് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ഒരു ബഹളം കേൾക്കുന്നു. അതായത് പിടിക്കട പിടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഒച്ച വെക്കുന്ന ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഈ ഫ്രെയിം അങ്ങോട്ടേക്ക്, ക്യാമറ അങ്ങോട്ടേക്ക് തിരിക്കുമ്പോഴേക്കും ലിഷോയ് ഓടുന്നു. തൊട്ടുപുറകെ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓടിയെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഓടിയെത്താവുന്നതിലും അകലെയായിരുന്നു ലിഷോയ് ഉണ്ടായിരുന്നത്. അതായത് ഒരു 100 മീറ്റർ അകലെ എന്നൊക്കെ പറയാവുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ലിഷോയ് വളരെ വേഗത്തിൽ, അതായത് ഈ ലിഷോയുടെ കൈക്ക് മുറിവേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. വലത്തെ കൈയിൽ ഒരു വെള്ള കർച്ചീഫ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലിഷോയ് അവിടെ നിന്ന്, അതായത് ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ലിഷോയ് അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. ഇത് ഒരു ചെറിയ ഉൾപ്രദേശമാണ്, പ്രത്യേകിച്ച് തെങ്ങുംതോപ്പും ചെറിയ വാഴത്തോപ്പുകളും എല്ലാം ഇടകലർന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഓടിക്കയറിയാൽ പെട്ടെന്ന് പോലീസിനെ കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അതായത് ഇവിടെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന പോലീസുകാരാണ്, 10-ൽ താഴെ പോലീസുകാർ മാത്രമാണുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഇവരുടെ ഈ കൊലപാതകം നടന്ന വീടിന്റെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ പരിശോധന നടത്തുന്നു. അതായത് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം രാത്രി മുഴുവൻ ഈ പ്രതിക്ക് വേണ്ടി വിവിധ ഇടങ്ങളിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. അപ്പോഴും ഈ കൊലപാതകം നടന്ന വീടിന് തൊട്ടടുത്ത് ഈ ഇരുട്ടായിരുന്നു, സ്വാഭാവികമായും രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സമീപത്ത് ഈ പ്രതി പതുങ്ങിയിരുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ പതുങ്ങിയിരുന്ന പ്രതി ഇന്ന് നേരം പുലർന്നതോടുകൂടി വീണ്ടും പിടിക്കപ്പെടും എന്ന് ഉറപ്പായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഇറങ്ങി ഓടിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഒരു മിനിറ്റ് സൂരജ് ഒന്ന് റെസ്റ്റ് എടുക്കുക, കാരണം സൂരജ് നന്നായി കിതയ്ക്കുന്നുണ്ട്. അപ്പോൾ സൂരജും ക്യാമറാമാനും വളരെ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു പോലീസുകാരുടെ പിന്നാലെ, അല്ലെ ആ പ്രതിയെ ഓടിക്കുന്ന പോലീസുകാരുടെ പിന്നാലെ അതിവേഗം അവർ പോകുന്നത് കൊണ്ട് അവർക്ക് പറയുന്നത് പോലെ അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നാട്ടുകാർ ആദ്യം കണ്ട ഈ പ്രതി, ഇയാൾ ഇറങ്ങി ഓടുന്നു. വളരെ ചെറിയ ഗ്യാപ്പ് മാത്രമാണ് പോലീസും പ്രതിയുമായിട്ടുള്ളത്. പക്ഷേ അയാളെ പിടിക്കാനാകുന്നില്ല. അതിവേഗമാണ് അയാൾ ഓടി രക്ഷപ്പെടുന്നത്. ഏറെ നിർണായകമായ ദൃശ്യങ്ങളാണ്. ഒരു കൊലക്കേസിലെ കേസിലെ പ്രതി അയാളെ ഒളിച്ചിരിക്കുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന അയാളെ പിടിക്കാൻ പോലീസ് പാടുപെടുന്നു. പക്ഷേ അയാൾ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂരജ്, ഇയാളെ ആ പ്രദേശത്ത് തന്നെ ഉണ്ടാകാൻ ഒരു സാധ്യതയല്ലേ കാണുന്നത്? അധികം ദൂരമൊന്നും പോകാൻ ആയിട്ടുണ്ടാവില്ലല്ലോ. ക്രിസ്റ്റിന, ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ആ വീട്, അതായത് ഇപ്പോൾ ഈ പോലീസ് നിൽക്കുന്ന ആ ഭാഗത്താണ് ഈ കൊലപാതകം നടന്ന വീടെന്ന് പറയുന്നത്. അതിന് ഒരു 100 മീറ്റർ അപ്പുറം, അതായത് ഈ പ്രതി വരുന്ന വഴിയിൽ ആദ്യം ഉണ്ടായിരുന്നത് നമ്മളാണ്, തൊട്ട് പിന്നാലെ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒച്ച കേട്ട വഴി ശബ്ദം, വലിയ രീതിയിൽ പിടിക്കട പിടിക്കട എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുന്നു. ആ സമയത്ത് നമ്മളും പതറിപ്പോയി. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കും മനസ്സിലായില്ല. പെട്ടെന്നൊരു ആക്രോശമായിരുന്നു. അതോടുകൂടി എന്ത് ചെയ്യണമെന്ന് പോലും ഒരു വേള നമ്മളും പതറിപ്പോയി. ആ സമയത്താണ് നമ്മുടെ തൊട്ടടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീപ്പിൽ ഉണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ശബ്ദം കേട്ട് ഇറങ്ങി ഓടുകയായിരുന്നു. ആ ദൃശ്യമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ആ സമയത്ത് ഈ പ്രതിക്ക് പിന്നാലെ ഉദ്യോഗസ്ഥൻ പായുകയാണ്. അതായത് പ്രതിയും ഈ ഉദ്യോഗസ്ഥനും തമ്മിൽ ഒരു 100 മീറ്ററിൽ കൂടുതൽ അകലം ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും കരുതുന്നില്ല, പോലീസും കരുതുന്നില്ല. അതായത് കൊലപാതകം നടന്ന ഒരു മേഖലയാണ്. സ്വാഭാവികമായും അവിടെ ഇന്ന് മഹസർ അടക്കം തയ്യാറാക്കേണ്ടതുണ്ട്, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അടക്കം തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വിരലെണ്ണാവുന്ന പോലീസുകാർ മാത്രമാണ് ഈ ഇൻക്വസ്റ്റ് നടപടികളുടെ
ഭാഗമായുള്ള ഒരു സുരക്ഷയുടെ ഭാഗമായി ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ പോലീസ് ഉദ്യോഗസ്ഥൻ നടന്നു പോകുന്ന ഭാഗത്താണ് കൊലപാതകം നടന്നത്. അപ്പോൾ അവിടെ ഈ പോലീസുകാരും നമ്മളും നിൽക്കുന്ന സമയത്താണ് ഈ പ്രതി അവിടെ നിന്ന് ഓടി വരുന്നത്. അപ്പോൾ ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരാൾ ഇയാളെ കണ്ടു എന്ന് വേണം കരുതാൻ. വലിയ ശബ്ദം കേൾക്കുന്നുണ്ട്, പിടിക്കട പിടിക്കട എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ശബ്ദം ഉണ്ടാക്കുന്നു. ആ സമയത്താണ് ലിഷോയ് ഓടി വരുന്നത്. ഈ കേസിലെ മുഖ്യപ്രതി എന്ന് പറയുന്ന ലിഷോയാണ്. ലിഷോയ് ഓടി വന്നതിന് ശേഷം അതിലൂടെ ക്രോസ് ചെയ്ത് ഈ കാണുന്ന ഇത് അടക്കാമരത്തോപ്പാണ്. ഈ അടക്കാമരത്തോപ്പിന് സമീപമുള്ള ഒരു വീടിന് വലം വെച്ച് പോവുകയായിരുന്നു. അതായത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഓടി വരുന്ന സമയത്ത് ഒരു വീടിന് ചുറ്റും യു ടേൺ എടുക്കുകയാണ്. യു ടേൺ എടുത്ത് പ്രതി ഓടി മാറുന്നു. ആ സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥനും നമ്മളും, അതായത് ആ ജീപ്പിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും നമ്മളും മാത്രമാണ് ഈ പ്രതിക്ക് ഒരു 100 മീറ്റർ അകലെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഉദ്യോഗസ്ഥർ പിന്നീടും ഒരു 100 മീറ്റർ 200 മീറ്റർ അകലെയാണ് അവരുമുള്ളത്. അപ്പോഴേക്കും ഈ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ ഓടിയെത്തുമ്പോഴേക്കും ഈ ലിഷോയ് എന്ന് പറയുന്ന പ്രതി ഈ കാണുന്ന ഈ തോപ്പിലേക്ക് ഓടി കയറുകയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഈ പ്രതിക്ക് എന്ത് സംഭവിച്ചു, പ്രതി എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. ഇന്നലെ രാത്രിയെല്ലാം തന്നെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഈ ലിഷോയെ കണ്ടെത്തുന്നതിന് വേണ്ടി വ്യാപക തിരച്ചിലാണ് വിവിധ മേഖലകളിൽ നടത്തിയത്. പക്ഷേ ഈ ലിഷോയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. അതിനിടയിലാണ് പ്രതി ഈ വീടിന് സമീപത്ത് തന്നെ, അതായത് ഈ കൊലപാതകം നടത്തിയ വീടിന് സമീപത്ത് തന്നെ ഈ പ്രതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഉണ്ടായ സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൊലപാതകം നടന്ന വീടിന് സമീപത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഇയാൾ ഒളിച്ചിരുന്നു. അതായത് രാത്രി മുഴുവൻ ഈ പ്രതി ചിലവഴിച്ചത് ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്ത് തന്നെയാണ്. പക്ഷേ നേരം പുലർന്നതോടുകൂടി സ്വാഭാവികമായും ആളുകൾ കാണും, പിടിക്കപ്പെടും. അത് മനസ്സിലാക്കിയ പ്രതി ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തുകയായിരുന്നു. പ്രതി നേരെ ഇപ്പോൾ നമ്മൾ നിൽക്കാത്ത മേഖലയിലേക്കല്ല തിരിഞ്ഞാണ് ഓടുന്നതെങ്കിൽ അവിടെ ഒരു പാമ്പുംകാവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പ്രതിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രതി ഇങ്ങോട്ടേക്ക്, അതായത് ഈ ജനവാസ മേഖലയിലേക്ക് ഓടി കയറിയതെന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ പോലീസ് ഇപ്പോഴും കരുതുന്ന പ്രതി ഈ മേഖലയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അതായത് നാട്ടുകാരടക്കം പറയുന്നുണ്ട് ഈ മേഖലയിൽ നിന്ന് ആ പ്രതിക്ക് വിട്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് മുഖ്യപ്രതി ലിഷോയ് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോഴൊരു നാട്ടുകാരന്റെ പ്രതികരണം ലഭ്യമാക്കാൻ സൂരജ് സജി ഒരുങ്ങുന്നുണ്ട്. സൂരജ് വീണ്ടും ചേട്ടാ, ഇതിലെ എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റും ചേട്ടാ? ഇത് കോടതിപ്പടി എന്ന് പറയുന്ന ആ ഹൈവേയിലേക്ക് കയറി പോകാൻ പറ്റും. പിന്നെ ഇരട്ടക്കുളങ്ങര ആ റൂട്ടിലോട്ട് കയറാൻ പറ്റും. ഇവനെ ഓടിയത് അതിലെ ഓടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എങ്ങോട്ടായിരിക്കും? അതിലോടി വന്നു കഴിഞ്ഞാൽ ഒന്ന് മുല്ലപ്പള്ളി കുന്നിലോട്ട് കയറാം. അവിടെ ക്രഷറും കുറച്ച് മൊന്തക്കാടുകളൊക്കെയാണ്. അവിടെയാണ് ഇവരുടെ ഒരു കേന്ദ്രം. പിന്നെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പന്നിത്തട റോഡിന് പോകാൻ പറ്റും. അതായത് ഈ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതിന് പകരം ജനശ്രദ്ധ ഉള്ള ഒരു ഏരിയ ആണല്ലോ ഈ മുല്ലപ്പള്ളി കുന്നാണ്. ഇവർക്ക് പാറമടകളാണ് അവിടെയൊക്കെ. അപ്പോൾ അതിലൂടെ ഒളിച്ചിരുന്ന് പതിയെ രക്ഷപ്പെടാൻ കഴിയും. അത് നെക്സ്റ്റ് നമ്മൾ പന്നിത്തടം റോഡ്, ചർമ്മനേങ്കാട് പന്നിത്തടം ആ ഒരു വഴിയിൽ കൂടെ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. അവിടെ ഇപ്പോൾ ഇവിടുത്തെ ന്യൂസുകൾ അവിടെ അറിയാനും വഴിയില്ലല്ലോ. അതുപോലെ തന്നെ ഈ വീടിന് സമീപത്ത് നിന്നാണ് അയാൾ ഓടി വന്നല്ലേ, പുറകുവശത്ത് ചേട്ടൻ കണ്ടിട്ടില്ല? അത് വീടിന് അയാളുടെ വീട് ഇവിടെയല്ലേ, ഇതിന് തൊട്ടപ്പുറം? ഇതിന് താഴെ. അതാണ് ടി കെ. അതായത് ഞാൻ നിൽക്കുന്ന ഈ വലതുവശത്താണ് ഇയാളുടെ വീടെന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ പ്രതി ഓടി വരുന്നത്. വീടിന് സമീപത്ത്, അതായത് വീടിനും അപ്പുറത്തെ എവിടെയോ സ്ഥലത്താണ് ഇയാൾ ഒളിച്ചിരുന്നിട്ടുള്ളത്. അതിനുശേഷം അവിടെ നിന്ന് ഓടി വരികയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്.